Hey guys, welcome back to my YouTube channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എൻ്റെ എവറി ഡേ മേക്കപ്പ് ലുക്കാണ്. സോ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് ഉള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. ഫസ്റ്റ് തന്നെ ഞാൻ സിമ്പിളിൻ്റെ ഒരു ജെൻറ്റൽ ക്ലെൻസർ വെച്ച് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യും. അതിനുശേഷം നമ്മളൊരു ടോണർ അപ്ലൈ ചെയ്യണം. ഞാനിവിടെ വിറ്റമിൻ സിൻ്റെ ടോണറാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് പ്രൊമോഷൻ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ടോണർ യൂസ് ചെയ്യാം. പക്ഷേ ചില പ്രോഡക്റ്റ്സ് എനിക്ക് ഭയങ്കര അടിപൊളിയാണെന്ന് തോന്നിയിട്ടുള്ള പ്രോഡക്റ്റ്സിനെ പറ്റിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് അതിൻ്റെ പേരും പ്രൈസും എല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമുക്കൊരു ലിപ് ബാം അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ സെറം ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ നേരെ ലിപ് ബാം അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ടോണർ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. മിനിമലിസ്റ്റിൻ്റെ ആണ്. ഇതൊരു ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ ആയതുകൊണ്ട് നമ്മൾ ഓയിലി സ്കിന്നർക്ക് നല്ലതാണെന്നൊക്കെ. പക്ഷേ എനിക്ക് ഏതാണ് ഇഷ്ടം, ഡെർമാക്കോൻ്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, ഒരു ഗ്രീൻ കളർ. ഞാനിവിടെ പിക്ചർ കൊടുക്കാം. അത് നല്ല അടിപൊളി മോയ്സ്ചറൈസർ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ അത്ര ഒരു ഇതൊന്നും എനിക്കിതിൽ തോന്നിയില്ല. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഒരു ബീൻ എമൗണ്ട് എടുക്കുക, ജസ്റ്റ് അപ്ലൈ ചെയ്യുക. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യാൻ പറ്റിയതാട്ടോ ഇത്. പിന്നെ സോ അത് നന്നായി ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് സൺസ്ക്രീനാണ് നമ്മൾ അടുത്തതായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സൺസ്ക്രീൻ നമുക്ക് സെറം ഒന്നും അപ്ലൈ ചെയ്യാം, ജസ്റ്റ് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഫിംഗർ റൂൾ ആയിട്ട് വേണം, 2 ഫിംഗർ ഓർ 3 ഫിംഗർ റൂൾ നമ്മൾ അപ്ലൈ ചെയ്താൽ. ഇത് ജെൽ സൺസ്ക്രീൻ ആട്ടോ, അതുകൊണ്ട് ഭയങ്കര ഒരു ഓയിലി ടെക്സ്ചർ ഒന്നുമില്ല. ഇറ്റ്സ് വെരി ഓൾമോസ്റ്റ്. അതിനുശേഷം ഞാൻ പ്രൈമറായിട്ട് ഇവിടെ ഒരു BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്, പോൺസിൻ്റെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് BB ക്രീം മാത്രമായിട്ടിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ മാത്രമായിട്ടിടാം, അല്ലെങ്കിൽ കൺസീലർ മാത്രം. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ 3 എണ്ണം ഇട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്നെ ഓക്കെയാണ്. ഒരു എവറിഡേ മേക്കപ്പിന് BB ക്രീം മാത്രം മതി. ഞാൻ അങ്ങനെയാണ്, BB ക്രീം മാത്രമാണ് ഇടാറ്. പക്ഷേ ഇതിൽ ഒന്നും കൂടി വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിതിലെല്ലാം അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. സോ BB ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം, കൺസീലർ ഉപയോഗിക്കാം. ഇത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡേൻ്റെ കൺസീലറാണ്. ഓയിലി സ്കിന്നർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം ഇതിൽ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, അതേപോലെ ഫൗണ്ടേഷൻ കൂടി വന്ന 3-in-1 ഫൗണ്ടേഷനാണ്. സോ അടിപൊളിയാണ്. മാറ്റ് ഫിനിഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിൽക്കും. ഞാനത് പ്രൊമോഷൻ്റെ ബേസിൽ പറയില്ല, അല്ലാതെ തന്നെ എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട സാധനമാണ്. സോ ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. സോ അത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നെക്കിലും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. സോ അത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബ്ലഷാണ്. സോ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യാം. ബ്ലഷ് ഞാനിങ്ങനെ W പോലെ ഇട്ടിടാറ്. അതിൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ W പോലെയാണ് ഇടാറ് ബ്ലഷ്. അങ്ങനെയാണ് ആലിയ ഭട്ടിൻ്റെ സ്റ്റൈൽ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ആലിയ ഭട്ട് W പോലെ ഇടാറ്. സോ അതിൻ്റെ ബേസിലാണ് ഞാൻ W പോലെ സൈഡ് കൂടി സൈഡ് കൊടുക്കും. അങ്ങനെ നമ്മൾ ബ്ലഷ് ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കൊന്നും കണ്ണെന്ന് എഴുതാം. അതെനിക്ക് വീഡിയോ നോക്കി ചെയ്യാറില്ല. ഞാൻ സജസ്റ്റ് ചെയ്യാം 2 ഐലൈനേഴ്സ് ആണ്. ഒന്ന് എൻവൈബയുടെ ഒരു ഐലൈനർ ഉണ്ട്, ബെസ്റ്റ് സാധനമാണ്, വാട്ടർ പ്രൂഫാണ്, അതുപോലെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അതിൻ്റെ ആ ഒരു ആപ്ലിക്കേറ്റർ തന്നെ നല്ല രീതിക്ക് നിൽക്കുന്നത്, അത് നല്ലതാണ്. പിന്നെ ഞാൻ റഫായിട്ട് നമ്മൾ വലിയ പരിപാടി ഒന്നും ഇല്ല, പക്ഷേ നമുക്ക് ദിവസം വീഡിയോ ഒക്കെ എടുക്കേണ്ട ആൾക്കാരാകുമ്പോൾ പക്ഷേ പിന്നെ കുറച്ചുകൂടി അതിനേക്കാൾ കുറച്ചുകൂടി ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഡാസ്ലർ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. അതും ഒരു നല്ലതാട്ടോ, എനിക്ക് അതും ഇഷ്ടമാണ്. ഞാൻ കുറച്ചുകൂടി അഫോർഡബിൾ റേറ്റിലുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. സോ നമുക്ക് കണ്ണെഴുതി വരാം. സോ ഞാൻ കണ്ണെഴുതി വന്നിട്ടുണ്ട്. ഇനി ഐബ്രോസിന് വേണ്ടി ഞാൻ മാസിൻ്റെ ഈ ഒരു ഐബ്രോസ് യൂസ് ചെയ്യുന്നത് ത്രെഡ് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെതായ വൃത്തികേടുണ്ട് ഗൈസ്. യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിനല്ല കാര്യം, നിങ്ങൾ അതെങ്ങനെ ഉപയോഗിക്കണം എന്നല്ല കാര്യം. അപ്പോൾ ഡാസ്ലറിൻ്റെ കുറച്ചും കൂടി റേറ്റ് കുറവാണ് മസ്കാറൈസിൽ വെച്ച് നോക്കുമ്പോൾ, മസ്കാറകളിൽ വെച്ച് നോക്കുമ്പോൾ ഡാസ്ലറിന് എനിക്കൊന്ന് കുറച്ചുകൂടി റേറ്റ് കുറഞ്ഞതാണ്. പക്ഷേ എനിക്കിതാണ് ഇഷ്ടം. കാരണം ഇത് ഇങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യുന്ന രീതിക്ക് എനിക്ക് നല്ല നിൽക്കുന്നുമുണ്ട്, നല്ല വൃത്തിക്ക് കിട്ടുന്നുമുണ്ട്. ഫോൺ നോക്കി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഉടുപ്പ് മാറ്റി വരാം. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ മാസിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്, ഖൂബ്സൂരത് കുച്ചിപ്പുടിയാണ്. ഇത് നല്ലൊരു ഷെയ്ഡാട്ടോ. അത് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഞാൻ സ്റ്റേസിൻ്റെ ഒരു കോക്കോ ക്രഷ് പറഞ്ഞൊരു ഷെയ്ഡാണ്. നല്ല സൂപ്പർ ലാസ്റ്റിംഗ് ആണ്, അതുപോലെ നല്ല അഫോർഡബിൾ റേറ്റുമാണ്. ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കും. ഇനി ഒരു ഗ്ലോസി ഫിനിഷിനായിട്ട് നമുക്ക് ബ്രൗണിൻ്റെ ഈ ഒരു ലിപ് ഗ്ലോസ് ഇടാം. ഇത് ഞാൻ എല്ലാ പ്രൊഡക്ട്സും ഞാൻ ഇവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇയറിങ്സ് ഇട്ടു, പിന്നെ ഒരു വാച്ചും ഇട്ട്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. സോ ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്.
സോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ബൈ.